ഹായ്, തുമ്മലും ചൊറിച്ചിലും മൂക്കൊലിപ്പും നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇത് പലർക്കും സാധാരണ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു യുദ്ധത്തിൻ്റെ സൂചനയാണ്. ആ യുദ്ധത്തിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ ഷഹന സലീം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. എന്താണ് അലർജി? അലർജി എന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്ന അമിത പ്രതികരണമാണ്. സാധാരണയായി ദോഷകാരികളല്ലാത്ത വസ്തുക്കളെ, ഉദാഹരണത്തിന് പൂമ്പൊടി, പൊടി, ചില ഭക്ഷണങ്ങൾ എന്നിവയെ ശത്രുക്കളായി തെറ്റിദ്ധരിച്ച് നമ്മുടെ ശരീരം പ്രതിരോധത്തിനിറങ്ങുന്നതാണിത്. അലർജൻ എന്നാൽ എന്ത്? ഈ പ്രതികരണത്തിന് കാരണമാകുന്ന വസ്തുക്കളെയാണ് അലർജൻ എന്ന് പറയുന്നത്. ഇത് ഭക്ഷണത്തിലുള്ളവയാവാം, പരിസരങ്ങളിലുള്ളതാവാം. ഭക്ഷണത്തിൽ പെടുന്നവയാണ് പാൽ, മുട്ട, ഗോതമ്പ്, പലതരം പരിപ്പുകൾ, നിലക്കടല, ചെമ്മീൻ, ഞണ്ട് പോലുള്ള സീ ഫുഡ്സ്. അതുപോലെ പരിസരങ്ങളിൽ കാണുന്നവയാണ് പൂമ്പൊടി, പൊടിപ്പടം അഥവാ ഡസ്റ്റ് മൈറ്റ്സ്, പൂപ്പൽ, അതുപോലെ തന്നെ പ്രാണികളുടെ കടി. ചില പ്രാണികളുടെ കടി നമുക്ക് തടിപ്പും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ചില പെനിസിലിൻ പോലെയുള്ള ചില മരുന്നുകളും അലർജി ട്രിഗർ ചെയ്യാറുണ്ട്. അലർജി ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു അലർജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങൾ അവയ്ക്കെതിരെ IgE എന്നു പേരുള്ള പ്രത്യേകതരം ആൻറ്റിബോഡികളെ ഉണ്ടാക്കുന്നു. അടുത്ത തവണ ഈ അലർജൻ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ IgE ആൻറ്റിബോഡികൾ മാസ്റ്റ് സെൽസ് എന്ന കോശങ്ങളെ നിർമ്മിക്കുകയും ഈ മാസ്റ്റ് സെൽസ് ഹിസ്റ്റാമിൻ എന്നു പേരുള്ള രാസവസ്തുക്കളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഹിസ്റ്റാമിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് തുമ്മലും ചൊറിച്ചിലും നീരുവരലും എല്ലാം ഉണ്ടാകുന്നത്. അലർജിയുടെ പ്രധാന ലക്ഷണങ്ങൾ. അലർജിയുടെ തരത്തെയും തീവ്രതയെയും അനുസരിച്ചാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. നേരിയ ലക്ഷണം അഥവാ മൈൽഡ് സിംറ്റംസ് അതിൽ പെടുന്നവയാണ് കണ്ണ് ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് ചുവക്കുക, മൂക്ക് ചൊറിച്ചിൽ, മൂക്കിൽ നിന്ന് വെള്ളം വരിക, അതുപോലെ ടേസ്റ്റ് കിട്ടാതിരിക്കുക, മൂക്കിൽ മണം കിട്ടാതിരിക്കുക, അതുപോലെ തൊണ്ട ചൊറിച്ചിൽ, മേല് സ്കിന്നിൽ ചൊറിച്ചിൽ വരിക, തടിച്ചു പൊന്തുക, എക്സിമ അഥവാ ഹൈവ്സ് ഒക്കെ മൈൽഡ് സിംറ്റംസിൽ പെട്ടതാണ്. ചിലപ്പോൾ അലർജി ജീവന് ഭീഷണിയാകുന്ന രൂപത്തിലേക്ക് മാറാം. ഇതിനെയാണ് അനാഫൈലാക്സിസ് അഥവാ സിവിയർ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിൽ പെട്ടതാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ട്, അതുപോലെ തൊണ്ടയിൽ നീർക്കെട്ട് വരിക, വായിൽ ഇറക്കാൻ ബുദ്ധിമുട്ട് വരിക, അതുപോലെ ചുണ്ട്, മുഖം, നാവ് ഇവയൊക്കെ നീർക്കെട്ട് വരിക, അതുപോലെ പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറയുക, തലകറക്കം വരിക, ബോധക്ഷയം വരിക. എന്തുകൊണ്ടാണ് അലർജി കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്നത്? കേരളം പോലെ ഈർപ്പവും ചൂടും കൂടുതലുള്ള സ്ഥലങ്ങളിൽ പൂപ്പൽ, അതുപോലെ ഡസ്റ്റ് മൈറ്റ്സ് അഥവാ പൊടിപ്പടം പെട്ടെന്ന് വളരാൻ ചാൻസ് ഉണ്ട്. ഇത് അലർജി ട്രിഗർ ചെയ്യുന്നു. മഴക്കാലത്തും വേനൽക്കാലത്തും പ്രാണികളുടെ കടിയേറ്റുള്ള അലർജി കുട്ടികളിൽ സാധാരണമാണ്. മരുന്ന് കഴിക്കുന്നതോടൊപ്പം അലർജി നിയന്ത്രിക്കാനുള്ള 4 കാര്യങ്ങൾ. നമ്പർ 1, ട്രിഗറുകൾ എന്താണെന്ന് തിരിച്ചറിയുക. എപ്പോഴെല്ലാം എന്തൊക്കെ കഴിക്കുമ്പോഴാണ്, എവിടേക്ക് പോകുമ്പോഴാണ് അലർജി ഉണ്ടാകുന്നത് എന്ന് ഒരു ഡയറിയിൽ കുറിക്കുക. നമ്പർ 2, വീട് അലർജി സൗഹൃദമാക്കുക. അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ഇൻഡോർ ഈർപ്പം 50% താഴെ നിലനിർത്താൻ ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലെ കട്ടിലിൻ്റെ താഴെയുള്ള പൊടി, അതുപോലെ സോഫയിലും മേശയിലും ഒക്കെയുള്ള പൊടി എപ്പോഴും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. കിടക്ക വിരിപ്പുകൾ ആഴ്ചതോറും ചൂടുവെള്ളത്തിൽ കഴുകുക. നമ്പർ 3, ഭക്ഷണത്തിലെ ക്രോസ് കണ്ടാമിനേഷൻ ശ്രദ്ധിക്കുക. കടുത്ത ഭക്ഷണ അലർജി ഉള്ളവർ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അലർജിക്കായിട്ടുള്ള വസ്തുക്കൾ ഭക്ഷണമായിട്ട് മിക്സ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്പർ 4, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇത് ഹിസ്റ്റാമിൻ്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കാൻ സഹായിക്കും. അലർജി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്